അതായത് ആ 6 മാസത്തിന്റെ ഇടയിൽ അയാൾ 8 ലക്ഷം രൂപ ആ അക്കൗണ്ട് വഴി പറ്റിച്ചു. ഒരു ദിവസത്തിൽ അവർക്ക് 2000-ലധികം കേസുകൾ വരുന്നു. അവിടെ ലിമിറ്റഡ് മാൻ പവറേ ഉള്ളൂ. അത് പ്രതീക്ഷ നമുക്ക് വരാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈബർ പോലീസ് അന്ന് ശക്തമായി പണിയെടുക്കാത്തതുകൊണ്ടാണ്. അന്ന് നിങ്ങൾ വക്കീലിന്റെ അടുത്ത് കോർട്ട് ഓർഡർ കൊണ്ടുവന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇത് ആദ്യം കോടതിയെ പറയാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ ആദ്യമായിട്ട് മര്യാദ ഇങ്ങനെ നിങ്ങൾ എനിക്കൊരു 6000 വക്കീലിന്റെ ഫീ തരേണ്ടി വരും. പക്ഷേ ഇത് മുഴുവൻ ഞാനല്ല എടുക്കുന്നത്. അയാൾക്ക് മനസാക്ഷിക്കൊക്കെ എന്താണെന്ന് അറിയില്ല. അയാൾ ഇത് മുഴുവൻ ഞാനല്ല എടുക്കുന്നത്. കുറച്ച് ഞാൻ അവിടുത്തെ പോലീസുകാർക്കും കൊടുക്കും. 6000-55 കൂടെ നമ്മൾ ഇട്ട പോലെ ആയി. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ സിനിമയെ കണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. കോടതിയിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ഫുൾ ത്രില്ലാണ്. ഓൾ ഫാമിലി, ഞാനും പിന്നെ ഇവളും 2 പിള്ളേരും എല്ലാം കൂട്ടി അടിച്ചു പൊളിച്ച് നമ്മളങ്ങനെ കോടതിയിൽ പോവുകയാണ്. അവരുടെ അക്കൗണ്ടിൽ നിന്ന്, കൾപ്രിറ്റിന്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് 55,000 ചേഞ്ച് 378 അതായിരുന്നു എമൗണ്ട്. അത് ട്രാൻസ്ഫർ ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് കോർട്ട് ഓർഡർ ഞങ്ങളുടെ കയ്യിൽ തന്നു. അജിത് കുശ്വ എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിൽ ഞാൻ പിന്നെ ഒരാൾക്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് കൊടുത്തിട്ട് ആകെ ടെൻഷൻ അടിച്ച് നമ്മൾ മറന്നു ഇതിനൊന്നും നടക്കൂല. അതിന്റെ പുറകിൽ ഒരുപാട് നടന്നിട്ടു തിരിച്ചു ഒരു ദിവസം നമ്മുടെ സാലറി ഒക്കെ ക്രെഡിറ്റ് ആവുന്നത് പോലെ ഇതേ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു. അതൊരു കോഴ്സ് ചെയ്തു. ഒരുപാട് ചെറിയ പങ്കുട്ടൊക്കെ ഉണ്ടാവും. പേടിച്ച് ടെൻഷൻ എന്ന് വെച്ചാൽ അവളെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആൾക്കാർ ഭീഷണിപ്പെടുത്തൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നമാണ്. എന്നിട്ട് പോലീസ് സമാധാനിക്കുന്നുണ്ട്, മോളെ നോക്ക് അറിയാം ഇത് മോളെ ഫോട്ടോ അല്ലല്ലോ. പിന്നെ അങ്ങനെ അത് പെറ്റീഷൻ FIR ആയില്ല എന്ന് കണ്ടപ്പം അവർ വീണ്ടും എന്നെ കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ എഴുതി വാങ്ങിച്ചു. ആ ആപ്ലിക്കേഷനിൽ നമ്മൾ എങ്ങനെ എവിടെ എന്നൊക്കെ ഉള്ളതിൻ്റെ ആൻസേഴ്സ് കൊടുക്കണം. ഏത് ദിവസമാണ്, സമയം, ഏത് മീഡിയ, വാട്സപ്പ് വഴിയാണോ ഞങ്ങൾ കോൺടാക്ട് ചെയ്തത്, പിന്നെ ഏത് അക്കൗണ്ടിൽ പോയത്, എത്ര പൈസ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർ ഈ സൈബർ ക്രൈമിൻ്റെ ഓഫീസിൽ, പോലീസിൻ്റെ ഓഫീസിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ആ ഫോർമാറ്റ് കണ്ട് അതുപോലെ നമ്മൾ നറേറ്റീവായിട്ട് എഴുതി കൊടുക്കുക വേണ്ടത്. അങ്ങനെ ഞാൻ ഇനിയൊരു പുതിയ ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തു. അപ്പോൾ ഇവർ ഈ ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കാൻ വേണ്ടി പഴയ ഒരു ഫയൽ എൻ്റെ കയ്യിൽ തന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവർ ഞങ്ങൾ കൊടുത്ത അക്കൗണ്ട് നമ്പറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, കഴിഞ്ഞ ഏകദേശം 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവരെടുത്തിട്ടുണ്ടായിരുന്നു ഈ പുള്ളിയുടെ. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോസ് എടുത്തു. ആ ഫോട്ടോസ് എടുത്തപ്പോൾ മനസ്സിലായത് ആ 6 മാസത്തിൻ്റെ ഇടയിൽ അയാൾ 8 ലക്ഷം രൂപ ആ അക്കൗണ്ട് വഴി പറ്റിച്ചു. വേറെ ആളെയും പറ്റിച്ചു. അപ്പോൾ ഈ കട സൈബർ സെല്ലിൽ അവർ അന്ന് അത് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാരെ പറ്റിക്കപ്പെടില്ലായിരുന്നു. അപ്പോൾ അവരത് ഫ്രീസ് ചെയ്തില്ല. അവർക്ക് ഫ്രീസ് ചെയ്തില്ല എന്നവർക്ക് കംപ്ലൈൻ്റ് ആയിട്ടില്ല. അവരുടെ ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്തൊക്കെ ഒരുപാട് ഇതാണ് പെർ ഡേ നടക്കുന്നത്. അപ്പം ഇവരെ ഫോഴ്സൊന്നും പോരാ അത് സോൾവ് ചെയ്യാൻ. അതാണ് ഞാൻ നമ്മൾ മനസ്സിലാക്കിയത്. അതെ, ഒരു ദിവസത്തിൽ അവർക്ക് 2000-ലധികം കേസുകൾ വരുന്നു. അവിടെ ലിമിറ്റഡ് മാൻ പവറേ ഉള്ളൂ. അതൊക്കെ കൊണ്ട് അവർക്കിത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാറില്ല. കഴിയുന്നതും ചെറിയ പൈസകൾ ആൾക്കാർ ഫോളോ അപ്പ് ചെയ്യില്ല. അതായത് അന്ന് പറഞ്ഞല്ലോ 5000 ഉള്ളൂ, നമ്മൾ പോയി എന്ന് വിചാരിച്ചു അവർ. അപ്പം അത് ആ കേസ് അങ്ങനെ തള്ളിപ്പോട്ടെ എന്ന് ഓർത്ത് അവർ ചിലപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യാതെ വിട്ടതായിരിക്കാം. അതിലും വലിയ എമൗണ്ടുകൾ വരുന്നതുകൊണ്ട്. പിന്നെ അപ്പോൾ ഈ ഇതെടുത്തപ്പം ലാസ്റ്റ് ക്ലോസിംഗ് ബാലൻസ് ഞാൻ അന്ന് കണ്ടപ്പോൾ തന്നെ അയാളുടെ കയ്യിൽ 75,000 ഉണ്ടായിരുന്നു. ഇവർ പെട്ടെന്ന് അതിൻ്റെ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ പൈസ തിരിച്ചു കിട്ടാനുള്ള ഒരു ഹോപ്പ് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ഇത് എഴുതി കൊടുത്തു. അത് FIR രജിസ്റ്റർ ചെയ്തു. അവർ FIRൻ്റെ നമ്പറും അതിൻ്റെ ഒരു കോപ്പിയും ഞങ്ങൾക്ക് തന്നു. എന്നിട്ട് അവർ ശരി ബാക്കി അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ വിട്ടു. പിന്നെ ഈ അവർ പറഞ്ഞത് അതിൻ്റെ അകത്ത് 75 ഉണ്ടെങ്കിലും ഇനി ഒരു പാർട്ടി അത് ഒരു കംപ്ലൈൻറ്റ് അതിൻ്റെ അതിലുള്ള ഒരു എമൗണ്ടിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. സോ മേ ബി നമ്മളുടെ ഫുൾ എമൗണ്ട് കിട്ടൂല, എന്തെങ്കിലും അതിൻ്റെ അകത്ത് ബാക്കി ഉണ്ടെങ്കിൽ കിട്ടാം. ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷ നമുക്ക് വരാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈബർ പോലീസ് അന്ന് ശക്തമായി പണിയെടുക്കാത്തതുകൊണ്ടാണ്. അന്ന് അവർ ഭയങ്കരമായിട്ട് അന്ന് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതായാലും 6 ലക്ഷം കുറേ ആളെ പറ്റിച്ചു. അവരെ കാര്യം വേറെ, അവരിത് പോയി, അത് പോവാണ്ടിരിക്കുമായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ പൈസ കിട്ടേണ്ട ഒരു ഹോപ്പ് നമുക്ക് ആ എമൗണ്ട് അതിൽ കണ്ടപ്പോൾ അതിനൊരു ചാൻസസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് മനസ്സിലാവാത്തത് ഫസ്റ്റ് കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ അവരെന്തുകൊണ്ടാണ് പിന്നെ FIR എടുക്കാണ്ടിരുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇനീഷ്യലി പോകുന്ന ചില ആൾക്കാരെ ഇതിനെപ്പറ്റി അറിയാത്തവരെല്ലാം FIR എടുക്കാണ്ട് ഒരു റിട്ടേൺ കംപ്ലൈൻ്റ് ഒക്കെ ആക്കിയിട്ടാകുമ്പോൾ വിടുകയാണ് എനിക്ക് തോന്നുന്നത്. FIR ചെയ്താൽ അവർക്കത് ക്ലോസ് ചെയ്യണം, എന്നാലത് ലീഗലി വാലിഡ് ആവണുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി നമ്മളിങ്ങനെ ഈ ഒരു ഇതിലേക്കൂടെ കടന്നു പോയപ്പോൾ. അപ്പോൾ അങ്ങനെ ഇത് കൊടുത്തു. ഞങ്ങൾ തിരിച്ചു വന്ന് 1 വീക്ക് കഴിഞ്ഞു, 2 വീക്ക് കഴിഞ്ഞു. ഇത് ഏകദേശം നവംബർ 1st വീക്കിലാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ 2 വീക്സ് കഴിഞ്ഞു, ഒരു മാസത്തോളം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരു റിപ്ലൈയും ഇവിടുന്ന് വന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളൊരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ എഗെയിൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവരോടടുത്ത് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഇതൊക്കെ തന്നിട്ടുണ്ട്, ഒന്നും ആയില്ല. നിങ്ങൾ
വക്കീലിന്റെ അടുത്തുനിന്ന് കോർട്ട് ഓർഡർ കൊണ്ടുവന്നു ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങൾ ഡിം എന്നായത്. ഇത് ആദ്യം കോടതിയെ പറയാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ ആദ്യമായിട്ട് മര്യാദയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു തരണം നമ്മൾക്ക് ക്ലിയർ ആയിട്ട്. അതും അവിടെ മിസ്സിങ് ആയിരുന്നു, നമ്മളോട് കറക്റ്റായിട്ട് പറഞ്ഞില്ല. അപ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മൾ കോർട്ട് ഓർഡറും കൊണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത്രയും 4 ആഴ്ച കഴിഞ്ഞാലാണ് നമ്മൾ അറിയുന്നത് ആ പോലീസുകാരൻ ചോദിച്ചപ്പോൾ. അതെ, നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതിന്റെ പ്രൊസീഡിങ്സ് എങ്ങനെയാണെന്ന്. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവരോട് ചോദിക്കുകയും ചെയ്തു വരുന്നപ്പോൾ. ഒരു പറഞ്ഞു ഇല്ല അറിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് ഈ 1 മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ അവര് അവിടുത്തെ ഒരാള് ഞങ്ങൾക്കൊരു വക്കീലിന്റെ നമ്പർ തന്നു. ഇയാൾ ഇതൊക്കെ ചെയ്യുന്നതാണ്. അത് കുറച്ച് ഡിസ്റ്റൻസ് ആയിരുന്നു, ഞങ്ങൾ സിറ്റിയിലോട്ട് പോണായിരുന്നു. അസോസിയേറ്റ്സ് ആദർശ്, ദിലീപ്, ഒരു 3 ആളെ പേരാണത്. അങ്ങനെ എന്തോ അസോസിയേറ്റ്സ്, ജഗദീഷ്, ADJ അസോസിയേറ്റ്സ്. അപ്പോൾ അത് ഞങ്ങളുടെ സിറ്റി ഏരിയയിലായിരുന്നു, അവിടെയാണല്ലോ കോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ആ നമ്പർ തന്നു. ഞങ്ങളന്ന് വൈകുന്നേരം പോയില്ല, പിറ്റേ ദിവസമാണ് ഞങ്ങൾ അവരെ കാണാൻ പോയത്. അങ്ങനെ അതിലുള്ള ഒരു വക്കീലിനെ കണ്ടു. അയാൾ പറഞ്ഞു നിങ്ങളുടെ എമൗണ്ട് ഇതൊക്കെയാണ്, പക്ഷേ അവരുടെ ഫീസ് വന്നിട്ട് 10% ഓഫ് ദ എമൗണ്ടാണ് വരിക പറഞ്ഞു. പിന്നെ നിങ്ങളുടെ എമൗണ്ട് വളരെ കുറച്ചായതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു 6,000 വക്കീലിൻ്റെ ഫീ തരേണ്ടി വരും. പക്ഷെ ഇത് മുഴുവൻ ഞാനല്ല എടുക്കുന്നത്. അയാൾക്ക് മനസാക്ഷി കുത്തം എന്താണെന്ന് അറിയില്ല. അയാൾ പറഞ്ഞു ഇത് മുഴുവൻ ഞാനല്ല എടുക്കുന്നത്, കുറച്ച് ഞാൻ അവിടുത്തെ പോലീസുകാർക്കും കൊടുക്കും, അപ്പം ബാക്കി പ്രൊസീഡിങ്സിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. 6,000. അപ്പം അയാൾ പറഞ്ഞു നിങ്ങൾക്ക് എത്ര കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല, ബാക്കി ഉണ്ടെങ്കിൽ കിട്ടാം, ഇല്ലെങ്കിൽ കിട്ടാതിരിക്കാം, ബാലൻസ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. 6,000 കൂടെ നമ്മൾ ഇട്ട പോലെ ആയി ശരിക്കും പറയുകയാണെങ്കിൽ. ചിന്തിച്ചപ്പം കിട്ടി ഒരു റിസ്ക് എടുത്ത് നോക്കാം, 6,000 ഇട്ട് ബാക്കി 40 കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു റിസ്ക് എടുക്കാന്ന് ഓർത്തുകൊണ്ട് അയാൾ ചോദിച്ചു ഞങ്ങളുടെ അടുത്ത് എത്ര എമൗണ്ട് എഴുതണ്ടോ. ഞങ്ങൾ പറഞ്ഞു സർ ഇത് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അതിൻ്റെ അകത്തുള്ള എമൗണ്ടിൽ നിന്ന് കുറച്ച് ഓൾറെഡി ഒരാൾ കൊടുത്തിട്ടുണ്ട് കേസ്, അപ്പം ചിലപ്പം 29 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള അതിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു അയാൾക്ക്. അയാൾ പറഞ്ഞു ശരി ഞാൻ നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അയാൾ ഒപ്പിട്ട് കൊടുത്തു. അതെ, വക്കാലത്തെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നത്. അത് വന്നിട്ട് December 21. ഇതെല്ലാം സിനിമയെ കണ്ടതാണ്, നമ്മളെ ജീവിതത്തിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാണ്. അതെ, അത് December 21 ഞങ്ങൾ ഇത് എഴുതി കൊടുത്തു. അയാൾക്ക് പറഞ്ഞു ഞങ്ങളിങ്ങനെ വെക്കേഷനൊക്കെ പോവാന്ന്, ഇവിടെ കാണുമല്ലോ, നിങ്ങൾ പെട്ടെന്ന് വിളിക്കും പറഞ്ഞു. എന്താ പറയാ സന്തോഷമായിട്ട് പോയിട്ട് വരും, നിങ്ങൾക്ക് ഇനിയും 1 മാസം 2 മാസം സമയം എടുക്കും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കെട്ടി. അപ്പോഴത്തേനും ഈ ബാക്കിയുള്ള എമൗണ്ട് കൂടി എങ്ങനെയൊക്കെ പോയി കിട്ടും എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഡിസംബർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ജനുവരിയിലും തിരിച്ചു വന്നു. അപ്പം ഈ വക്കീൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. 2 മാസം സമയം അവർ തന്നെ പറഞ്ഞുകൊണ്ട് 2 മാസം ഞങ്ങൾ അനങ്ങിയില്ല. ജനുവരി ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ ഈ വക്കീലിന് മെസ്സേജ് അയച്ചു, സർ എന്തായി നമ്മുടെ കേസിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ പിന്നെ അയാൾ വിളിച്ചു. മീൻസ് അയാളുടെ അസോസിയേറ്റിനെ ഏൽപ്പിച്ചായിരുന്നു. അയാൾ വിളിച്ചു എന്നെ, അനിൽ. അയാൾ വിളിച്ചിട്ട് പറഞ്ഞു February 5 കോർട്ടിൽ ഹിയറിംഗ് ഉണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ February 5 തോന്നുന്നു, 4th or 5th ഞങ്ങൾ കോർട്ടിലേക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം എത്ര മണിക്ക്, ഒരു 3 മണിക്ക് ശേഷം വരാൻ പറഞ്ഞാൽ ഞങ്ങൾ 3 മണിക്ക് കോർട്ടിലെത്തി. നമ്മളിവിടെ വിധാൻസൗധേൻ്റെ അവിടെയാണ്. നമ്മൾ വിചാരിക്കുന്നത് കോടതിയിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ഫുൾ ത്രില്ലാണ്, ഓൾ ഫാമിലി. ഞാനും പിന്നെ ഇവളും 2 പിള്ളേരും എല്ലാം കൂട്ടി അടിച്ചു പൊളിച്ച് നമ്മളങ്ങനെ കോടതിയിൽ പോവുകയാണ്. കോടതിയിൽ നിൽക്കുന്നു, അവിടെ ഇതുപോലെ പലതരം സംഭവങ്ങൾ, കള്ളൻ വരുന്നു, എല്ലായിടത്തും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഈ 3 മണിക്ക് നമ്മൾ അവിടെ എത്തി. ഏകദേശം 5:30 വരെ ആ കോടതിയുടെ ഇതിൽ നിന്നു. ആൾക്കാർ കയറുന്നു, അവരെന്തൊക്കെ പറയുന്നു അതൊക്കെ പോണു. അപ്പം ഞങ്ങൾ 5:30 വരെ അവിടെ നിന്നു. 5:30 ആയപ്പം അപ്പം ഞങ്ങൾ ഈ അനിൽ എന്ന് പറയുന്ന ആളെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ വരുന്നു, ഫോണിൽ സംസാരിച്ചതല്ലോ, ഇയാൾ കാണാൻ എങ്ങനെയാണെന്നോ ആരാന്നോ എന്താണെന്നൊന്നും അറിയില്ല. ഏത് കറുത്ത് കോട്ടിട്ട് വക്കീൽ അഗ്നേ പോലെ അതാണ് വക്കീൽ. അങ്ങനെ വക്കീലിന് മനസ്സിലാവാതെ നമ്മളൊരു 2-2.5 മണിക്കൂർ അവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഒരു വക്കീലിന് പിന്നെയും കോൾ ചെയ്ത് നോക്കുമായിരുന്നു. ഇനി ഇങ്ങേര് അകത്താണെങ്കിൽ വെറുതെ ഫോൺ വിളിച്ച് ഉപദ്രവിക്കേണ്ടെന്ന് ഓർത്ത് കുറേ നേരം വിളിക്കാതിരുന്നു. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ക്ഷമ കേട്ടിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളവിടെ നിൽക്കൂ, അപ്പോൾ ഞാൻ കോൾ ചെയ്യുന്ന അയാൾക്ക് കാണാതിരിക്കാം, അതുകൊണ്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ 5:30 ആയപ്പോൾ അയാൾ വന്നു ഞങ്ങളടുത്ത്. എന്നിട്ട് പറഞ്ഞു കുറച്ച് പേപ്പേഴ്സിൽ സൈൻ ചെയ്യാനുണ്ട്. എന്നിട്ട് ഞങ്ങൾ വേറൊരു റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവിടെ പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ അവർ സീൽ വെച്ച് ഒരു കോർട്ട് ഓർഡർ എനിക്ക് തന്നു. അതായത് ഈ
നമ്മൾ പോയ അക്കൗണ്ട് ഉണ്ടല്ലോ, അവരുടെ അക്കൗണ്ടിൽ നിന്ന്, കൾപ്രിറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മളെ അക്കൗണ്ടിലേക്ക് 55,000 ചേഞ്ച് 378 അതായിരുന്നു എമൗണ്ട്. അത് ട്രാൻസ്ഫർ ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് കോർട്ട് ഓർഡർ ഞങ്ങളെ കയ്യിൽ തന്നു. അത് വന്ന് നമുക്ക് തരുന്നത് 6 മണിയായി. പിന്നെ സൈബർ ക്രൈമിലെ ഓഫീസിൽ ബാക്കി എല്ലാവരും വീട്ടിൽ പോയി കാണും, അത് പൂട്ടില്ല എന്തായാലും. അതുകൊണ്ട് നമ്മൾ വേഗം ഓഫീസിലേക്ക് വിട്ടു. ഒരു 7-7:30 ആയപ്പം അവിടെ കൊണ്ട് കൊടുത്തു ഈ സംഭവം. അപ്പോൾ ഈ കോർട്ട് ഓർഡർ എന്ന് പറയുന്നത് നമ്മളൊരാൾ പറ്റിച്ചു, നമ്മളൊരാൾ അക്കൗണ്ടിൽ കാശിട്ടു നോർമലി, പിന്നെ അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചു, അപ്പോൾ ഇമീഡിയറ്റ് ഇനി അറിയാണ്ട് ട്രാൻസ്ഫർ ആയിപ്പോയി, ഇമീഡിയറ്റ് സൈബർ സെല്ലിൻ്റെ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അവരെന്താ ചെയ്യുക, ഇതിന് ബ്ലോക്ക് ചെയ്യും അക്കൗണ്ടിന്. അക്കൗണ്ട് ബ്ലോക്ക് ചെയ്താൽ തന്നെയും ചിലപ്പം അവർക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റൂല. പിന്നെ നമ്മൾ കോർട്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ബാങ്ക് അത് റിലീസ് ചെയ്യുള്ളൂ. നാളെ അവർക്കൊരു ഡിസ്പ്യൂട്ട് ഇല്ലാണ്ട്. അതാണ് ഈ കോർട്ട് ഓർഡറിനെ പറ്റിയിട്ട് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ തന്നെ ഒരു കോർട്ട് ഓർഡറാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ആ പൈസ കിട്ടുന്നില്ലെങ്കിൽ, ചാൻസസ് ഉണ്ട് എന്നുള്ളതിൽ ഒന്നും കൂടി നമുക്കൊരു കോൺഫിഡൻ്റ് ആയി. പക്ഷെ അവർ എന്നിട്ടും പറഞ്ഞതാണ് കംപ്ലീറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല, അതിലില്ല വേറെ ഏതോ ആൾക്കാർ ബ്ലോക്ക് ചെയ്തതിന് പോലും ആ എമൗണ്ടിലുള്ളത് ഒരു എമൗണ്ട് ബ്ലോക്ക് ചെയ്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 25 സംതിങ്ങേ ഉള്ളൂ. പക്ഷെ കോർട്ട് ഓർഡറിൽ കംപ്ലീറ്റ് എമൗണ്ട് തന്നെയാണ് എഴുതിയത്. അപ്പം സ്റ്റിൽ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ February 4th or 5th ആണ് ഞങ്ങൾ ഇത് കൊണ്ടു കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ മറന്നു ഇനിയിപ്പോൾ എന്താവും, എന്തായാലും ഡിലേ വരുമല്ലോ ഒരു മാസം. അങ്ങനെ ഒരു മാർച്ച് ആയപ്പം ഞാൻ എൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ നോക്കുമ്പം ഏതോ ഒരു അജിത് ഖുഷ്വന്ന് പൈസ വന്നു. അപ്പൊ ഞാൻ ഈ അജിത് ഖുഷ്വ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കുന്നതില് ഒരു കസ്റ്റമറും അജിത് ഖുഷ്വ എന്നുള്ള പേരിലില്ലാന്ന് എനിക്കറിയാം. അപ്പോൾ നോക്കുമ്പോൾ ആ എമൗണ്ട് നോക്കുമ്പോൾ നല്ല പരിചയമുള്ള ഒരു എമൗണ്ട്. പിന്നെയാണ് എനിക്ക് ആ ഒരു സെക്കൻഡിൽ കത്തിയത്, ഓ അജിത് ഖുഷ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിൽ ഞാൻ പിന്നെ ഒരാൾക്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് കൊടുത്തിട്ട് ആകെ ടെൻഷൻ അടിച്ച് നമ്മൾ മറന്നോ ഇതിനൊന്നും നടക്കൂല, അതിന്റെ പുറകിൽ ഒരുപാട് നടന്നിട്ടും തിരിച്ചു ഒരു ദിവസം നമ്മളെ സാലറി ഒക്കെ ക്രെഡിറ്റ് ആവുന്നത് പോലെ ഇതേ എമൗണ്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു. അതൊരു പ്രതീക്ഷിക്കാതെ 6,000 രൂപ ചെലവിട്ട് ഒരു കോഴ്സ് ചെയ്തു. പോലീസുകാരുടെ അടുത്ത് എന്തൊക്കെയാ സംഭവങ്ങളെന്ന്, കോർട്ടിൽ എന്തൊക്കെയാ സംഭവം എന്നൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു 6,000 രൂപയുടെ കോഴ്സ് ചെയ്തതുപോലെ ആ 6,000 രൂപ കണക്കിലെടുത്തു. അത് 55 കുറഞ്ഞതായിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് ഒരു സംഭവം പഠിക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കേണ്ടി എന്തോ ലക്കാണ് കേട്ടോ. ആദ്യം ചെയ്ത് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു, സൈബർ അത് ഫ്രീസ് ചെയ്തില്ല അക്കൗണ്ട്. നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് അവിടെ പോയി ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അതെന്തോ കാര്യം, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാശ് കിട്ടൂലായിരുന്നു. പക്ഷെ ഒരുപാട് ആൾക്കാർ കാശ് പോകത്തില്ലായിരുന്നു. 5-6 ലക്ഷം അവൻ അത് കഴിഞ്ഞിട്ടും ആ അക്കൗണ്ട് യൂസ് ചെയ്തു. 8 ലക്ഷം അവൻ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് തിരിഞ്ഞ്, അതാണ് ഞാൻ ടൈറ്റിലിട്ട് നമ്മളെ എന്താ പറയാ, കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം എടുപ്പിക്കുക എന്ന് പറഞ്ഞ അതേ ലെവലില് ഒരു ചാൻസ് ഒത്തു വന്നു സത്യം പറഞ്ഞാല്. ആക്ച്വലി ഇയാള് വാട്സപ്പിൽ മാത്രമാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്, നമുക്ക് ഇയാളുടെ ലൊക്കേഷനോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ, ഞാൻ ഇയാൾക്ക് നമ്മൾ ഈ 99,000 കൊടുത്തു എന്നൊരു ഫേക്ക് മെസ്സേജ് അയച്ചല്ലോ. അപ്പൊ അയാൾക്ക് ഭയങ്കരമായിട്ട് ഇതായി, അത് അയാളുടെ പൈസ ക്രെഡിറ്റ് ആയില്ല. മേ ബി അവർക്ക് വേറെ തരത്തിൽ പ്രഷർ ഉണ്ടാവുമായിരിക്കും, പൈസ വന്നിട്ട് അവൾ എവിടെ പോയി എന്നറിയാനില്ല. അപ്പോൾ ഇയാൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ മാക്സിമം അയാൾ പല കോളുകളും എന്നെ ചെയ്തുകൊണ്ടിരിക്കുക വാട്സപ്പിൽ തന്നെ. അപ്പോൾ ഇയാളുടെ ലൊക്കേഷൻ അറിയാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഡാറ്റ അങ്ങ് ഓഫ് ചെയ്തിട്ടു. അയാൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് ഇയാൾ ഏറ്റവും പ്രഷറൈസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാനതങ്ങ് ഓഫ് ചെയ്തിട്ടു. അങ്ങനെ അയാൾ ഇനി ഒരു നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പോഴാണത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന ഒരു നമ്പറാണെന്ന് മനസ്സിലായത്. അതിൻ്റെ പേര് പക്ഷേ അയാൾ ഇട്ടിരിക്കുന്നത് ആ വെസ്റ്റ് ബംഗാളിലുള്ള ഏതോ ഒരു സംഘടനയുടെ പേരായിരുന്നു. ആ പേര് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായത്. അവിടുത്തെ ഒരു സംഘടനയുടെ പേരിൽ ഏതോ ഒരു ആൾക്കാരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടനയുടെ പേരിൽ ഇവര് നമുക്ക് എന്താ പറയാ, അയാൾ ആ നമ്പറിന് നമുക്ക് ഈ ട്രൂ കോളർ വഴിയൊക്കെ വരില്ലേ, അപ്പോൾ അതുപോലെ അത് വെസ്റ്റ് ബംഗാൾ ലൊക്കേഷൻ ആയിരുന്നു. ഞാൻ എക്സാക്ട് അതിന്റെ പേര് ഓർക്കുന്നില്ല, അതിന്റെ ലൊക്കേഷൻ. അപ്പം ഈ വെസ്റ്റ് ബംഗാൾ നേപ്പാളിന്റെ ഒക്കെ അടുത്ത് വരുന്ന ഒരു അല്ല, അതങ്ങനെ പല ലൊക്കേഷനും ആയിരിക്കും. പക്ഷെ ആ സിം കോൾ ആയിരുന്നു. അതെ, പറയേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാല് നമ്മള് ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ കുറച്ചു നേരം സൈബർ സെല്ലിൽ അവിടെ പോയിട്ട് ഈ വെയിറ്റിംഗ് ചെയ്തല്ലോ, ആ സമയത്ത് തന്നെ ഒരുപാട് കേസസ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ എമർജൻസി കാഷ്വാലിറ്റിയിലെല്ലാം ഇരിക്കുമ്പോൾ ആക്സിഡന്റിന്റെ പല കേസ് വരുന്നില്ലേ, അതേപോലെ റിയാക്റ്റിൽ ഓരോ ചെറിയ പെൺകുട്ടിയൊക്കെ ഉണ്ടാവും പേടിച്ച് ടെൻഷൻ എന്താ വെച്ചാൽ അവളെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആൾക്കാർ ഭീഷണിപ്പെടുത്തല്, അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നമാണ്. എന്നിട്ട് ഇപ്പോൾ പോലീസ് സമാധാനിപ്പിക്കുന്നുണ്ട്, മോക്ക് അറിയാലോ ഇത് മോളെ ഫോട്ടോ അല്ലല്ലോ,
പിന്നെ അതുകൊണ്ട് ടെൻഷൻ അടിക്കാൻ പറഞ്ഞാൽ ഇത് എന്ത് ചെയ്തു, കുട്ടി ആത്മഹത്യ ചെയ്തു, അത്രയും സിറ്റുവേഷനിലടക്കം ആൾക്കാർ കീപ് ഓൺ കമ്മിങ്. ഓരോ ആൾ ഐഫോൺ എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടായി. ഞാൻ എന്റെ OTP വളരെ ശ്രദ്ധിച്ചാ കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഒരാള് അയാളുടെ ഐഫോണിന് സിം ഊരി ആ ഫ്രോഡ് തന്ന ഫോണിലേക്ക് അയാളുടെ സിം ഇട്ട് കൊടുത്തു. ഫ്രീ ആയിട്ട് ഫോൺ അയച്ചു കൊടുത്തു. ഒരുപാട് പൈസ അയാൾക്ക് ഫോൺ ഗിഫ്റ്റ് ആയി കൊടുത്തു. സിറ്റി ബാങ്കിന്റെ പേരിൽ അയാൾക്ക് ഫോൺ അയച്ചു കൊടുത്തു. നിങ്ങൾ കൂടുതൽ ട്രാൻസാക്ഷൻ ആക്കി പറഞ്ഞിട്ട് ഫോൺ കിട്ടിയ പാട് പുള്ളി വിചാരിച്ചു എത്ര പൈസക്കാരനായിട്ട് എന്താ ഫ്രീ ആയിട്ട് ഒരു സാധനം കിട്ടുമ്പോൾ പുള്ളി നല്ല ഫോണായിരുന്നു അയാൾ കൊണ്ടുവന്നത്. അയാളുടെ കയ്യിലിരിക്കുന്നതാണെങ്കിൽ ഐഫോൺ. എന്നിട്ട് അവര് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അയാൾ ഐഫോണിന് സിം ഊരി ഇവര് കൊടുത്തയച്ച ഫോണിലേക്ക് ഇട്ടു. ആ ഇട്ടതും അയാളുടെ നമ്പർ മീൻസ് ഇതിന്റെ അകത്തുനിന്നൊക്കെ പോയ. പിന്നെ സൈബറിൽ നമ്മളിങ്ങനെ അവിടെയുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടുമല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് കേസസ് വരും. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ IT-കാരില്ലേ, IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ പൈസ ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഇതേപോലെ തന്നെ ഓൺലൈൻ ഇതുണ്ട്. അങ്ങനെ വരുന്ന ചില ആൾ പറയൂല നാണക്കേടുകൊണ്ട്, ഇത് എങ്ങനെയാ പറഞ്ഞാൽ നാട്ടുകാർ അറിയില്ലേ ആ ഇതുകൊണ്ട് വലിയ എമൗണ്ട് പോയവരൊക്കെ ട്രൈ ചെയ്യും. അങ്ങനത്തെ കേസാണ് ഏറ്റവും. അതുകൊണ്ട് പിന്നെ ഫ്രോഡ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഡെയിലി പേപ്പറിൽ വരുന്നതാണ്. നമ്മൾ ഇത് വന്നതിൽ പിന്നെ നമ്മൾ എല്ലാ സമയവും ഫ്രോഡ് ഇല്ല കോളും ഇങ്ങനത്തെ ഓരോ ഇത് വരുമ്പോൾ നമ്മൾ നോക്കും. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഈ ആൾക്കാരെ കാശ് പോകുന്ന ഡേ ടു ഡേ നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടല്ലെങ്കിൽ, നമ്മൾ അത്ര വിജിലൻ്റ് അല്ലെങ്കിൽ നമ്മളെ കാശ് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ പോലെ. ഒരു 21 വയസ്സുള്ള കുട്ടി അവർ വന്നിട്ട് ആ കുട്ടിക്ക് നമ്മളുടെ ഈ ആപ്പ് ഉണ്ടല്ലോ ടെലിഗ്രാം വഴി ഒരു ഗ്രൂപ്പിലേക്ക് മെമ്പറായി. അങ്ങനെ അവർ കുറേ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കൊടുത്തു. അങ്ങനെ ആ കുട്ടിയുടെ 5 ലക്ഷം രൂപ പോയി എന്ന് പറഞ്ഞിട്ടാണ്. ഒരു ചെറിയ പ്രായമുള്ള ആ കുട്ടിക്ക്, മേ ബി ഒരു 22-23 അത്രയുള്ള കുട്ടിയാണ് വന്നത്. എത്ര പൈസ പോയി എന്ന് പറഞ്ഞോട്ട് അങ്ങനെ പല തരത്തിലാണ് ആൾക്കാർ. റീസെന്റ് ആയിട്ട് നമുക്ക് വരുന്നത് വെച്ചാൽ ഒരു പാർസൽ റിട്ടേൺ ആയി, അതിന്റെ ഡീറ്റെയിൽസ് അയക്കാൻ വേണ്ടി ഒരു നമ്പർ പ്രസ് ചെയ്യുക, 1 പ്രസ് ചെയ്യുക, 9 പ്രസ് ചെയ്യുക. അത് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ബ്ലോക്ക് ആവും പെട്ടെന്ന്. നമ്പർ ഈ 1 പ്രസ് ചെയ്യല് പണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവർ ചെയ്തിരിക്കുന്നത് ഇത് പിന്നെ ഇത് പറഞ്ഞാൽ കംബോഡിയയിലും മാഡിയയിലും വിൽക്കുന്ന വലിയ IT കമ്പനി പോലെയാണ് ഫ്രോഡ് കമ്പനി. അപ്പോൾ അവിടുന്ന് ഇപ്പം ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ പണ്ടെല്ലാം വിളിച്ച് ചെയ്യുന്നതിന് പകരം കമ്പ്യൂട്ടറൈസ്ഡ് കോള് ചെയ്യും. എന്നിട്ട് നമ്മളെ ഇൻപുട്ട് 1 അമർത്തുകയാണെങ്കിൽ ഇത് ഫ്രോഡുമായിട്ട് കണക്ട് ചെയ്യും. പിന്നെ ഓൺ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യും. അപ്പോൾ അങ്ങനത്തോളം അത് സാധാരണക്കാർക്കെല്ലാം ശരിക്കും പറ്റിക്കപ്പെടാം. അതുകൊണ്ട് നമ്മൾ പറ്റിക്കപ്പെട്ടു എന്തോ ഭാഗ്യത്തിന്. നമ്മൾ ഭാഗ്യം മാത്രമല്ല, നമ്മൾ അതിൻ്റെ പുറകിൽ നിന്ന് കുറച്ച് കറങ്ങിയത് കൊണ്ടും കുറച്ച് എന്തോ ഒരു ഇതില്ലത് കൊണ്ടാണ് നമ്മളെ കാശ് നമുക്ക് തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ കിട്ടിയെന്ന് വരില്ല. നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മളെ റിലേറ്റീവായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ട് ഇന്നും കിട്ടാതെ ആൾക്കാർ ഒരുപാട് എനിക്കറിയാം. അതുകൊണ്ട് ഏതായാലും നമ്മളെ എക്സ്പീരിയൻസ് ആദ്യമായിട്ട് ഇനി ഇങ്ങനെ ഒരു ഇത് നമ്മളെ ലൈഫിൽ ഇല്ലാണ്ടിരിക്കട്ടെ ഉണ്ട്, എല്ലാം ഉണ്ട്. അല്ല ഇത് പറഞ്ഞാൽ തരൂല, നീ ഇതൊന്നും പറയാം, നമ്മളിതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരുപാടുണ്ട് സംഭവം, ഒരുപാടുണ്ട്. നമ്മളെ നമ്പർ ഓഫ് ഡെയിലി പേപ്പറിൽ വരുന്ന സംഭവമാണ്. വിർച്വൽ അറസ്റ്റ് ഒക്കെ നമ്മൾ റീസെന്റ് കണ്ടു. അത് അപ്പോ അങ്ങനെ ഒരുപാട് പറ്റിക്കൽ നടക്കുന്നുണ്ട്. നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കുക, മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മളെ ഫ്രോഡ് എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊരു എക്സ്പീരിയൻസ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ അടുത്തൊരു നമ്മൾ ചെയ്യണം, അത് നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യുക. ഓൺലൈൻ നമ്പറിലേക്ക് പെട്ടെന്ന് വിളിക്കുക. അവർക്ക് അപ്പം പെട്ടെന്ന് സഹായിക്കാൻ പറ്റുന്നതാണ് ഞാൻ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത്. അത് ഞങ്ങളുടെ 2 വീക്ക് ലേറ്റ് ആയി പോയതുകൊണ്ട് എനിക്ക് തന്നെ അതിൽ പോയി എല്ലാം കംപ്ലൈന്റ് ചെയ്യണം. അതെ, ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ നിമിഷം ഇമ്മീഡിയറ്റ് കോൾ ചെയ്യുക, ആ നമ്പർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുക. അക്കൗണ്ട് ബ്ലോക്ക് ചെയ്താൽ നിങ്ങളെ എമൗണ്ട് അതിലുണ്ടെങ്കിൽ, അതിലെന്തോ ട്രാൻസാക്ഷൻ നടക്കുന്ന അക്കൗണ്ട് ആയിരിക്കാം, നിങ്ങൾ എമൗണ്ട് അതിലുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ആ എമൗണ്ട് തിരിച്ചു തരും. കോർട്ട് ഓർഡറും കൊണ്ട് പോവുകയാണെങ്കിൽ അത് പ്രോസസ്സ് സൈബർ സെല്ല് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത്രയാണ് വെരി സിമ്പിൾ ലോജിക്ക്. അത് എന്തായാലും ചെയ്യുക, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കണം. വൈകി അവനെ വിഡ്രോ ചെയ്താൽ സൈബർ സെല്ലും അല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാലോ നടക്കൂല. പിന്നെ ഭാഗ്യം എന്ന് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അത് വെരി റെയറായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.